ഇനിയുണ്ട്. അതോടൊപ്പം തിന്മയ്ക്ക് കൃത്യമായ പ്രതിഫലമേ പടച്ചുറപ്പ് നൽകുള്ളൂ. ഒരാൾ തിന്മ ചെയ്തു, തൗബ ചെയ്തില്ല, അല്ലെങ്കിൽ അള്ളാഹു അത് ഏതെങ്കിലും കാരണത്താൽ വിട്ടുപുറത്തില്ല, അത്തരം ആളുകൾ ശിക്ഷിക്കപ്പെടും. ഖുർആൻ പലയിടങ്ങളിൽ അത് പറയുന്നുണ്ട്. ഈ ശിക്ഷിക്കുമ്പോൾ എത്ര ശിക്ഷിക്കും? അവൻ ചെയ്ത അത്രമാത്രം ശിക്ഷ ലഭ്യമാവും. വലാ യുളമൂന ഫത്തീല എന്നാണ് ഖുർആനിൻ്റെ ഒരു പ്രയോഗം. നിസ്സാരമായി പോലും അവർ ആക്രമിക്കപ്പെടൂല എന്ന് വെച്ചാൽ അവർ ചെയ്ത തെറ്റിനേക്കാൾ കൂടുതൽ ശിക്ഷ കൊടുത്തിട്ട് അവർക്ക് ഒരിക്കലും ബുദ്ധിമുട്ടുണ്ടാവില്ല. ഫത്തീൽ എന്നൊക്കെ പറഞ്ഞാൽ ഈത്തപ്പനക്കുരുവിൻ്റെ ആ മുളക്കുന്ന ഭാഗം, അതിൻ്റെ ആ ഒരു ഗട്ടർ പോലെ കിടക്കുന്ന അതിൻ്റെ ഉള്ളിൽ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ലഭ്യമാകുന്ന ചെറിയ ലോലമായ നൂല് പോലത്തെ സംഭവമുണ്ട്. ഭാഷാപരമായി അതിനാ ഫത്തീൽ എന്ന് പറയും. അത്ര പോലും ഒരു വിശ്വാസി തെറ്റ് ചെയ്തു എന്നതുകൊണ്ട് ആക്രമിക്കപ്പെടില്ല. പിന്നെ അവന് അള്ളാഹുവിൻ്റെ നീതിയുടെ കോടതിയിൽ കൃത്യമായ ശിക്ഷയെ ലഭ്യമാവൂ. നേരെ മറിച്ച് നന്മയെക്കുറിച്ചോ, ലികുല്ലി ഹസനത്തിൻ അശറു അംസാലിഹ, ഏത് നന്മയ്ക്കും 10 ഇരട്ടിയെങ്കിലും പ്രതിഫലം ലഭിക്കും. ഏത് നന്മയ്ക്കും 10 ഇരട്ടിയെങ്കിലും അള്ളാഹു കൂലി തരും. അതുകൊണ്ടാണ് ഫലനുഹിയന്നഹു ഹയാത്തൻ ത്വയ്യിബ, വിശുദ്ധമായ ജീവിതം അവന് നാം അനുവദിച്ചു കൊടുക്കും. വലനജ്സിയന്നഹും അജ്റഹും, അവരുടെ പ്രതിഫലം നാം നൽകും. ബി അഹ്സനി മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിനേക്കാളും ശ്രേഷ്ഠമായ രീതിയിൽ.